നമസ്കാരം. കേരളത്തിലെ പ്രീണന രാഷ്ട്രീയം അതിന്റെ അവസാനത്തിലെത്തിയത് വി.ഡി. സതീശൻ UDFന്റെ നേതൃത്വമേറ്റെടുത്ത ശേഷമാണെന്ന രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ബി.ജെ.പി. നേതാവ് PC ജോർജ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ ആരോപണമുയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ഓരോ തവണയും സതീശന് പറ്റിയ തെറ്റുകളും അബദ്ധങ്ങളും എല്ലാം ഇവിടെ PC ജോർജ് ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. മതമൗലികവാദികൾ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിൽ ഇഴയുന്ന സമീപനമാണ് സതീശന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇതൊരു വിഭാഗം മാത്രമല്ലെന്നും ന്യൂനപക്ഷമാണെന്ന ആ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ ഇങ്ങനെയുള്ളവർ നയിക്കുന്ന ഒരു മുന്നണിക്ക് എന്ത് വിശ്വസിച്ചാണ് മറ്റ് സമുദായത്തിലെ അംഗങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പരിഹാസ്യത്തോടെ ചോദിച്ചു. എന്നാൽ നർക്കോട്ടിക ജിഹാദിനെക്കുറിച്ചും ലവ് ജിഹാദിനെക്കുറിച്ചും മയക്കുമരുന്ന് വ്യാപനത്തെക്കുറിച്ചും പള്ളിയിൽ വിശ്വാസികളോട് സംസാരിച്ചതിന്റെ പേരിൽ കല്ലറങ്ങാട്ട് പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആക്രോശിച്ചത് സതീശനാണ്. എന്നാൽ അത് ആരെ സന്തോഷിപ്പിക്കാനായിരുന്നു? ലീഗിനെയോ അതോ പോപ്പുലർ ഫ്രണ്ടിനെയോ എന്നും PC ജോർജ് ശക്തമായി വി.ഡി. സതീശനു നേരെ ആരോപണം ഉന്നയിച്ചു. അതേപോലെ തന്നെ ഹമാസ് വിഷയത്തിൽ മതമൗലികവാദികൾ നടത്തിയ റാലികളും സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്തതും ഇതേ സതീശൻ തന്നെയാണ്. മുനമ്പം വിഷയത്തിൽ മുനമ്പത്ത് ഇരകളുടെ അടുത്ത് വന്ന് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ സതീശൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നിയമസഭയിൽ നിലപാട് മാറ്റി വഖഫ് ബില്ലിനെതിരെ വേട്ടക്കാരോടൊപ്പം കൂടി നാടകം കളിക്കുകയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ വഖഫ് എന്ന വാക്കുപോലും പറയാൻ ടിയാൻ കൂട്ടാക്കിയില്ല. അതെ, അത് തന്നെയാണ്. പാലാ ബിഷപ്പ് ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച സതീശൻ ഇന്ന് മാപ്പ് പറയാൻ തയ്യാറാവണമെന്നാണ് അവസാനം PC ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഏതായാലും വി.ഡി. സതീശൻ ഇതിനെതിരെ പ്രതികരിക്കുമോ എന്നും മാപ്പ് പറയുമോ എന്നും കണ്ടുതന്നെ അറിയണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.